തീവ്രവാദ ഗ്രൂപ്പുകളെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു ഭൗമ രാഷ്ട്രീയ സഖ്യം പുതുതായിട്ട് രൂപീകരിക്കാനായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി തീരുമാനിക്കുന്നു. ഇന്ത്യയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ ഹെക്സഗൺ സഖ്യം വരുന്നതെന്നും പറയുന്നു. അപ്പം മോദി ഇസ്രായേലിൽ ഒരു സന്ദർശനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ചില ആലോചനകൾ കൂടി അതിന്റെ ഭാഗമായി നടക്കും എന്ന് കരുതാം. അതായത് ഈ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് 22-ാം തീയതിയാണ്. മോദി ചെല്ലുന്നതിന് 3 ദിവസം മുമ്പ് ഹെക്സഗൺ അലയൻസ് എന്നാണ് നെതന്യാഹു ഇതിനെ വിളിച്ചിരിക്കുന്നത്. ആ പ്രഖ്യാപനത്തിൽ നെതന്യാഹു ഇന്ത്യയും ആ ഹെക്സഗൺ അലയൻസിന്റെ ഭാഗം ഷഡ്ഭുജ സഖ്യം എന്ന് വിളിക്കാം. ഷഡ്ഭുജ സഖ്യം എന്ന് പറഞ്ഞാൽ 6 എന്നുദ്ദേശിക്കുന്നത് 6 രാജ്യങ്ങളെയല്ല, അത് സ്ട്രക്ചറാണ്. എന്ന് പറഞ്ഞാൽ 6 മേഖലകൾ എന്നുള്ള നിലയ്ക്കാണ് ഉദ്ദേശിക്കുന്നത്. ആഫ്രിക്കയും മെഡിറ്ററേനിയനും ഒക്കെ ഉണ്ട്. അദ്ദേഹം പേര് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ, ഇസ്രയേൽ, ഗ്രീസ്, സൈപ്രസ്. ഗ്രീസും സൈപ്രസും ഒക്കെ ഇന്ത്യക്ക് വേണ്ടപ്പെട്ട രാജ്യങ്ങളാണല്ലോ. മോദി അവിടെ പോയിരുന്നു, ആയുധം കൊടുത്തു. ആ രാജ്യങ്ങൾക്ക് തുർക്കിയുടെ ശല്യമുണ്ട് അല്ലേ, തുർക്കിയുമായിട്ട് പോരടിച്ച് നിൽക്കുന്ന രാജ്യങ്ങളാണത്. അപ്പോ ഒരു തുർക്കി വിരുദ്ധ സഖ്യം കൂടിയായിരിക്കും ഹെക്സഗൺ അലയൻസ് എന്നുള്ള ഉറപ്പാണ്. തുർക്കി ഇസ്രയേലിന്റെ അയൽ രാജ്യവും ആണ്. അപ്പോ ഇതിൻ്റെ അകത്ത് പിന്നെ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് അറബ്, ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവ ഏത് രാജ്യങ്ങളായിരിക്കും എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു വിശാല സഖ്യം ആണ് നെതന്യാഹുവിന്റെ മനസ്സിലുള്ളത്. ഇന്ത്യ അതിൻ്റെ ഒരു നെടുന്തൂൺ ആയിരിക്കണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പൊ മോദി ചെല്ലുമ്പോൾ അതും കൂടി ചർച്ചയിൽ വരുന്നുള്ളത് ഉറപ്പാണ്. കാരണം ഒരു രാഷ്ട്രീയ പ്രശ്നം കൂടി വരുന്നു ഇല്ലേ, ഒരു മേഖലയിലെ രാഷ്ട്രീയ പ്രശ്നം കൂടി വരുന്നു എന്നർത്ഥം ഇതിൻ്റെ അകത്ത്. അപ്പൊ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഒരു സഖ്യം വന്നല്ലോ, ആ സഖ്യത്തിൽ തുർക്കി ഭാഗമാകും ഇല്ലേ, അങ്ങനെ ഒരു ഇസ്ലാമിക നാറ്റോ വരും എന്നൊരു ചർച്ച നടക്കുന്നുണ്ട്. തുർക്കി അങ്ങനെ മറ്റേ കൂലിപ്പട്ടാള സഖ്യത്തിനില്ല എന്ന് തുർക്കി ഇടയ്ക്ക് പറയുകയും ചെയ്തിരുന്നു. പക്ഷെ മൊത്തത്തിൽ തള്ളിക്കളഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സഖ്യത്തിൽ സൗദിയെ ഒഴിവാക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ ആര്, നെതന്യാഹു, ഇസ്രയേൽ. കാരണം അത് ഓൾറെഡി പാകിസ്ഥാനുമായിട്ടുള്ള സഖ്യത്തിലുണ്ടല്ലോ. പാകിസ്ഥാനുമായിട്ടുള്ള ഒരു സഖ്യത്തിലുള്ള ഒരു രാജ്യത്തിന്റെ കൂടെ നമ്മളില്ല. അപ്പോ ഗ്രീസും സൈപ്രസും മെഡിറ്ററേനിയനിൽ നിന്നുള്ള രാജ്യങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് വരും. ഇന്ത്യയുമായിട്ട് അടുത്ത് നിൽക്കുന്നതാണ്. ഇന്ത്യ അവർക്ക് ആയുധങ്ങളും കൊടുക്കുന്നുണ്ട്. തുർക്കിക്കെതിരെ അവര് അത് പ്രയോഗിച്ചോളും. അപ്പോൾ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ, അറബ്, ആഫ്രിക്കൻ, മെഡിറ്ററേനിയൻ, ഏഷ്യൻ രാജ്യങ്ങൾ, ആ ഏഷ്യൻ രാജ്യങ്ങളുടെ പേര് ഇപ്പോൾ പറയുന്നില്ല എന്നാണ്. അപ്പോൾ ഏഷ്യയിൽ നിന്നും വേറെ രാജ്യങ്ങൾ ഇന്ത്യ അല്ലാതെ അതിൻ്റെ അകത്ത് വരും എന്നർത്ഥം. സംഘടിതമായി ഇതിൻ്റെ രൂപം പിന്നീട് പറയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം അത് നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. റാഡിക്കൽ ഷിയ ആക്സിസിനെതിരെ, റാഡിക്കൽ സുന്നി ആക്സിസിനെതിരെ, അതായത് സുന്നി ഷിയ ഭീകരവാദത്തിനെതിരെ ആയിരിക്കും ഈ ഹെക്സഗൺ അലയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഷിയ ആക്സിസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇറാൻ, ഹമാസ്, ഹൂത്തി അല്ലേ, ഹിസ്ബുള്ള, ഈ അച്ചുതണ്ടിനെതിരെ സഖ്യം. പിന്നെ ഇതും ഒക്കെ ആ സുന്നി റാഡിക്കൽ സംഗതിയിൽ വരുമല്ലോ, ഹമാസ് എന്ന് പറയുന്നത്. ഹമാസ് സുന്നിയാണ്, പക്ഷെ ഷിയ രാജ്യത്തിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് മാത്രം. അപ്പോൾ ഇസ്രയേലിന്റെ താല്പര്യങ്ങൾ വളരെ വ്യക്തമാണ് ഇതിൻ്റെ അകത്ത്. ഇസ്രയേൽ ജൂതരാഷ്ട്രമാണ്. ആ ജൂതരാഷ്ട്രത്തിനെതിരെ നിൽക്കുന്ന സുന്നി ഷിയ രാജ്യങ്ങൾക്കെതിരെയാണ് ഇസ്രയേൽ സഖ്യം ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ അതിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ ചേരുവോ ഇല്ലയോ എന്നുള്ളത് ഇന്ത്യയല്ലേ വ്യക്തമാക്കേണ്ടത്. ആ ചർച്ച നടക്കും എന്ന് പറയാം. അപ്പൊ സെപ്റ്റംബറിൽ ആണ് സൗദിയും പാകിസ്ഥാനും തമ്മിലൊരു സഖ്യം കെട്ടിപ്പടുത്തത്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അണുബോംബുള്ള ഏക ഇസ്ലാമിക രാജ്യം പാകിസ്ഥാൻ ആണ്. സൗദിക്കാണെങ്കിൽ കാശുണ്ട്,
സൗദിക്ക് ഈ അണുബോംബ്, പാകിസ്ഥാന്റെ അണുബോംബ് എന്ന് പറഞ്ഞ് ഒരു കവചം പോലെ നിൽക്കാം. അത് അന്ന് മറ്റേ ആക്രമണം നടന്നില്ലേ ഈ ദോഹയിൽ, ഇസ്രയേലിന്റെ, അതിനെ തുടർന്ന് സൗദിക്കെതിരെയും ആക്രമണം ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് സൗദി ചെന്ന് പെട്ടതാണ്. പിന്നെ റാഡിക്കൽ ഷിയ എന്ന് പറഞ്ഞാൽ ഇറാൻ, ഹമാസ്, ഹിസ്ബുല്ല, ഹൂത്തി, ഇതെല്ലാം ഇറാനും അതിൻ്റെ നിഴൽ സഖ്യങ്ങളും ചേർന്നതാണ് അത്. സുന്നി എന്ന് പറഞ്ഞാൽ ISISന്റെ അവശിഷ്ട ഗ്രൂപ്പുകൾ, പിന്നെ ഭീകര വാദി സംഘടനകൾ. UAE, ഇസ്രയേൽ, ഇന്ത്യ എന്നിവ വളരെ വർഷങ്ങളായിട്ട് സഖ്യത്തിൽ ഏർപ്പെടുന്നതാണ്. അപ്പോൾ UAE ഈ ഹെക്സഗൺ അലയൻസിൽ ഉണ്ടാവും എന്ന സൂചന അതിൻ്റെ അകത്തുണ്ട്. UAE മാത്രമല്ല, UAE എബ്രഹാം ഉടമ്പടി ഒപ്പുവെച്ച രാജ്യമാണ് ഇസ്രയേലുമായിട്ട്. അതുപോലെ I2U2 ഗ്രൂപ്പ് അതും ഇതിൻ്റെ ഭാഗം ആയിരിക്കും എന്നുള്ളതും വ്യക്തമാണ്. ഈ രാജ്യങ്ങളൊക്കെ തമ്മിൽ സഖ്യം ഉണ്ടെങ്കിലും UAE, ഇസ്രയേൽ, ഇന്ത്യ ഒക്കെ ഒരു പ്രതിരോധ അല്ലെങ്കിൽ സുരക്ഷ ധാരണയിൽ ഒപ്പുവെച്ചിട്ടില്ല. സെക്യൂരിറ്റി കോപ്പറേഷൻ ട്രീറ്റി എന്ന് പറഞ്ഞൊന്നിൽ ഒപ്പുവെച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു സൈനിക സഖ്യം അതിൽ ഒപ്പുവെക്കണം, ഈ ഹെക്സഗൺ അലയൻസ് അങ്ങനെ വേണം എന്നാണ് ഇസ്രയേൽ ഉദ്ദേശിക്കുന്നത് എന്ന് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത് മൊത്തത്തിൽ നോക്കിയാൽ IMEC, ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നില്ലേ, ഇടനാഴി, കുറെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരും. ആ ഇടനാഴിയുടെ ഭാഗമാകുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ കൂടി ഇസ്രയേൽ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇറാനും സൗദിയും അല്ലേ നല്ല ബന്ധമൊന്നും അല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇന്ത്യ ഇറാനും സൗദിയുമായി നല്ല ബന്ധത്തിലാണ്. അപ്പൊ ആ രാജ്യങ്ങൾക്കെതിരെയാണ് ഇസ്രയേൽ ഉദ്ദേശിക്കുന്ന സഖ്യമെങ്കിൽ ഈ ഹെക്സഗൺ സഖ്യത്തിൽ ഇന്ത്യ ചേരുമോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. അപ്പോൾ നെതന്യാഹുവിന്റെ ആഗ്രഹം ഇന്ത്യക്ക് നിറവേറ്റാൻ സാധാരണഗതിയിൽ പ്രയാസമുണ്ട്. ഇന്ത്യക്ക് പ്രതിരോധ സഖ്യങ്ങളിൽ താല്പര്യമുണ്ട്, രാജ്യങ്ങൾ തമ്മിൽ സാങ്കേതിക വിദ്യ ആ സഹകരണത്തിൽ താല്പര്യമുണ്ട്, കച്ചവട സഖ്യങ്ങളിൽ താല്പര്യമുണ്ട്. അത് നമ്മൾ പലരുമായിട്ടും ഒപ്പുവെക്കുന്നുണ്ടല്ലോ. അതല്ലാതെ ഇവരുമൊക്കെയായി ഒരു ഹെക്സഗൺ സഖ്യത്തിൽ താല്പര്യം വരുമോ, അവരുമായിട്ട് ഒരു സൈനിക സഖ്യത്തിൽ ഒപ്പുവെക്കുമോ എന്നൊക്കെ ഉള്ളത് ഇനി കണ്ടറിയേണ്ട കാര്യമാണ്. പ്രണബ് കുമാർ മുഖർജി 2015 നെസറ്റിനെ, അതായത് ഇസ്രയേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തിരുന്നു 2015. അതിനുശേഷം മോദിയാണ് ആ പാർലമെന്റിൽ സംസാരിക്കാൻ പോകുന്നത്. ട്രംപ് ആ പാർലമെന്റിൽ സംസാരിച്ചിരുന്നു. ഇത്തവണ അധികാരമേറ്റ ശേഷം ആ മറ്റേ വെടിനിർത്തൽ ഉടമ്പടി ഉണ്ടാകുന്നതിന് മുമ്പ് നെസറ്റിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ എന്തെങ്കിലും സൂചന ആ നെസറ്റിലെ പ്രസംഗത്തിൽ ഉണ്ടായി എന്ന് വരാം. അത് നമ്മൾ നോക്കണം. 2017 മോദി ഇസ്രയേൽ സന്ദർശിച്ചിരുന്നു. നവംബറിൽ ഇവിടെ വരാനിരിക്കുകയായിരുന്നു നെതന്യാഹു. അതുണ്ടായില്ല അപ്പോഴത്തെ ആഗോള സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട്. അപ്പോൾ മോദി പോകുന്നതിന് മുമ്പ് ഇങ്ങനൊരു സഖ്യ സ്വപ്നം നെതന്യാഹു പങ്കുവച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.